ഫ്രണ്ട്സ്, ലിഥാസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഇതിനാവശ്യമായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്ത് അല്പം വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനും എടുക്കാം. 2 ഞാലിപ്പൂവൻ പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് പൂവൻ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ ഉപയോഗിക്കാം. പിന്നെ ഒരല്പം ഏലക്കായ, മധുരത്തിനാവശ്യമായിട്ട് തേനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, പഞ്ചസാരയല്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, പിന്നെ ഒരു 6 ഡേറ്റ്സ് കുരു എല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, 10 കാഷ്നട്ട്, പിന്നെ ഒരു 250 മില്ലി പാല് നല്ലപോലെ തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ച് ചെറുതായി ഇങ്ങനെ കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ഈ വെള്ളത്തോടു കൂടി തന്നെ പിന്നെ കാഷ്നട്ട്, ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, പഴം, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മതി. പിന്നെ ഇതിനെല്ലാം മധുരമുണ്ട്, എന്നാലും ഒരല്പം തേൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. ഇനി 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണ്. നല്ല ഹെൽത്തിയുമാണ്. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇനി ഒത്തിരി മധുരം വേണ്ടുന്നവർക്ക് തേൻ അല്പം കൂടുതൽ ഉപയോഗിക്കാം. ഇത് ക്യാരറ്റിനും പഴത്തിനും ഡേറ്റ്സിനും എല്ലാം മധുരമുള്ളതുകൊണ്ട് ഞാനൊരു വളരെ കുറച്ച് മാത്രം തേനേ ഉപയോഗിച്ചുള്ളൂ. ഇനി തേന് ഇഷ്ടമില്ലാത്തവർക്ക് അതില്ലാതെയും ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.